കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഘാന എന്ന് പറയുന്ന വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യം സന്ദർശിക്കുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ചപ്പോൾ ഘാനയിലെ പാർലമെന്റിലുള്ള അംഗങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ആദര സൂചകമായി നമ്മുടെ വസ്ത്രവിധാനങ്ങൾ ധരിച്ചുകൊണ്ടാണ് അവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾ വന്നത്. അവിടുത്തെ പ്രസിഡന്റ് പോലും അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ രാജ്യത്തെ കൾച്ചറും നമ്മുടെ രാജ്യത്തെ വലിയ സാംസ്കാരികതയും മറ്റുള്ള രാജ്യത്തുള്ള പ്രസിഡന്റും പ്രധാനമന്ത്രിമാരും പോലും അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തുള്ളവർ അതിനെ തള്ളിപ്പറയുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ വില അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടെയുള്ള ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയും കിട്ടി. ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ എന്നാണ് അതിൻ്റെ പേര്. അതും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. റോയൽ തായ് ആർമി പ്രസിഡന്റ് ജോൺ ഡ്രമാനി പ്രധാനമന്ത്രി മോദിക്ക് പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി സ്റ്റാർ സമ്മാനിച്ചു. റോയൽ തായ് പതാകയുടെ നിറങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു റിബണും ഒരു മെഡലും അദ്ദേഹം നേരിട്ട് നരേന്ദ്രമോദിക്ക് കൊടുത്തിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയതും പാർലമെൻറ്റിൽ ഒരു പ്രസംഗം നടത്തി. ഈ പ്രസംഗമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപിനെ പരാമർശിക്കാതെ ഡൊണാൾഡ് ട്രംപിനുള്ള വ്യക്തമായിട്ടുള്ളൊരു താക്കീതായിട്ടാണ് ഈ പ്രസംഗം ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. നമുക്കറിയാം, അമേരിക്കയുമായിട്ടുള്ളൊരു വ്യാപാര കരാർ 9-ാം തീയതിക്കകം ഉണ്ടാക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് വലിയ ഒരു ഭീഷണി, ആ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇന്ത്യയോട് പറഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ അടുത്താണ് ഭീഷണി. എന്തായാലും മോദി ഒരു ഭീഷണിയും വകവയ്ക്കുന്ന ആളല്ല. മോദി ഇത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. കരാർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു കരട് ജൂലൈ 8-ാം തീയതി നമുക്ക് നോക്കാമെന്നാണ് മോദി പറഞ്ഞത്. പോരാത്തതിന് നമ്മുടെ വിദേശ പ്രതിനിധികൾ അവിടെ ചെന്ന് ഇതിന്മേൽ ചർച്ചയും നടത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ പിടിവാശി എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന് ഇങ്ങോട്ടേക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഇറക്കണം, അമേരിക്കയുടെ, അതായത് ജനിതക മാറ്റം വരുത്തിയ ഭക്ഷ്യവിളകൾ ഇങ്ങോട്ടേക്ക് ഇറക്കണം. സോയാബീൻ, മെയ്സ്, പാല്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് ഇറക്കണം. എന്നാൽ അത് ഇങ്ങോട്ടേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ കർഷകരെ തകർക്കുകയും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് വലിയ ദേഹാസ്വസ്ഥ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ഇത് യാതൊരു രീതിയിലും സമ്മതിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ വാദം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അത് കേട്ട് കഴിഞ്ഞാൽ ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഇനി ഒരിക്കലും ഒരു രാജ്യത്തും, അത് ഏത് വമ്പൻ രാജ്യമായിരുന്നാൽ പോലും, ഏഷ്യൻ രാജ്യങ്ങളെ, അതായത് ഏഷ്യയിലെ പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. ഇന്ത്യയെ അവഗണിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അന്ത്യമായിരിക്കും ഫലം എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു വാക്കിലുള്ളത്. കാരണം ഇന്ത്യ 145 കോടി ജനങ്ങളുടെ ഒരു വലിയ മാർക്കറ്റാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് അവഗണിച്ചു കഴിഞ്ഞാൽ ലോക ജനസംഖ്യയിൽ തന്നെ വലിയ ഒരു നമ്പർ അവിടെ അസ്തമിക്കും. കാരണം ബാക്കി എല്ലാ രാജ്യങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാലും, ഒരു 50 രാജ്യങ്ങൾ കൂടെ, ചെറിയ രാജ്യങ്ങൾ കൂടെ ചേർത്ത് കഴിഞ്ഞാലും ഇന്ത്യയുടെ ഒരു ജനസംഖ്യ എത്തില്ല എന്നുള്ളതാണ്. ആ രാജ്യങ്ങളെല്ലാമായി പോയി ഇന്ത്യ അവഗണിക്കുന്ന രാജ്യങ്ങൾക്ക് കരാർ ഉണ്ടാക്കാനും സാധിക്കില്ല. എന്തായാലും ഇന്ത്യ അവഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഈ വാദമെന്ന് പറയുന്നത്. നമുക്ക് താരിഫ് അടിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മളും തിരിച്ച് താരിഫ് ഏർപ്പെടുത്തുമെന്ന് നേരത്തെ ജയശങ്കർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. കാരണം അമേരിക്കയെ നമ്മൾ ഭയപ്പെടുന്നില്ല. അമേരിക്കയെ ഭയപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, അമേരിക്കയെ നമ്മൾ ഭയപ്പെടുന്നില്ല. മോദി അപ്പോൾ ഘാന പാർലമെൻറ്റിൽ കൃത്യമായി പ്രസംഗിച്ചിരിക്കുകയാണ്. നമ്മളൊരു ഡെവലപ്പിംഗ് നേഷനാണ്. ആ ഡെവലപ്പിംഗ് നേഷനായിട്ടുള്ള നമ്മളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഇനി ഒരു രാജ്യങ്ങൾക്കും സാധ്യമല്ല. നമ്മുടെ വളർച്ച കണ്ടില്ല എന്നടിക്കാൻ ഒരു രാജ്യങ്ങൾക്കും സാധ്യമല്ല എന്നാണ് കൃത്യമായി നരേന്ദ്രമോദി ഘാന പാർലമെൻറ്റിൽ പ്രസംഗിച്ചത്. പോരാത്തതിന് നരേന്ദ്രമോദിക്ക് ഈ പരമോന്നത ബഹുമതി ലഭിച്ചപ്പോൾ ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടമല്ല, മറിച്ച് 140 കോടി ഇന്ത്യക്കാരുടെ നേട്ടമാണെന്നും ഈ അവാർഡ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വവും ഇത് എൻ്റെ മേൽ ചുമത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യയെപ്പോലെ ഒരു കാലത്ത് ഘാനയും ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം ലോകത്ത് ഏറ്റവും അധികം പൊട്ടൻഷ്യൽ ഉള്ള രാജ്യങ്ങളാണ്. പക്ഷേ അവരെ വെസ്റ്റേൺ കൺട്രീസ് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ലൂട്ടില്ലായിരുന്നുവെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളെക്കാട്ടിലും എത്രയോ മുകളിൽ പോകേണ്ട രാജ്യങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നുള്ള ഒരു ധ്വനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസാരത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.